1953 അമേരിക്കയോടുള്ള ബ്രിട്ടീഷിന്റെ പിന്തുണയോടെ ഇറാനിയൻ സൈന്യം മൊസാദിനെ അട്ടിമറിച്ചു. പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റസ പഹ്ലവി വീണ്ടും ഇറാന്റെ ഷാ ആയി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെട്ടു. ആയുധങ്ങളുടെയും രഹസ്യാന്വേഷണത്തിന്റെയും കാര്യത്തിലടക്കം സഹകരണം ശക്തമായി. ഇറാൻ ഇസ്രായേലിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുകയും പെട്രോളിയം കയറ്റുമതി ചെയ്യുകയും ചെയ്തു. ഭരണകൂടം ഇസ്രായേലിന് അനുകൂലമായിരുന്നുവെങ്കിലും ഇറാനിയൻ ജനത പൊതുവിൽ ഫലസ്തീനുകളോട് അനുഭാവമുള്ളവരായിരുന്നു. അവർ ഫലസ്തീനുകൾക്ക് സംഭാവന നൽകി. 1970ഓടെ അത്തരം ധനസഹായ ശ്രമങ്ങൾ തടയാൻ ഇറാനിയൻ സർക്കാർ ശ്രമിച്ചു. 1967 6 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇറാനിയൻ എണ്ണ വലിയ തോതിൽ ഇസ്രായേലിലേക്ക് ഒഴുകി. ഇസ്രായേലി ഇറാനിയൻ സംയുക്ത സംരംഭമായ എയ്ലാറ്റ് അഷ്കലോൺ പൈപ്പ് ലൈൻ വഴിയാണ് ഇറാനിയൻ എണ്ണ യൂറോപ്യൻ വിപണിയിലേക്ക് കയറ്റി അയച്ചത്.